രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപക്ഷെ കുടുംബവും ജോലിയുമൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടുമായിരുന്ന പല സ്ത്രീകളും അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നയിക്കപ്പെടാനായിട്ട് ഇത്തരം തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശവുമൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം 5 തവണ ഇലക്ഷനിൽ മത്സരിച്ച് അതിൽ 4 തവണയും വിജയിച്ച ഗുരുവായൂരിൻ്റെ പ്രിയപുത്രി ശോഭ ഹരിനാരായണനോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ആ ഒരു വിശേഷത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. അപ്പോൾ നമസ്കാരം. നമസ്കാരം. വലിയ സന്തോഷം. ആദ്യം തന്നെ വലിയ അഭിനന്ദനങ്ങൾ. 3 ടേമിൽ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യം. 4ാമത്തെ ടൈമാണല്ലേ? അപ്പൊ 15 കൊല്ലം കഴിഞ്ഞു. 16 സ്റ്റാർട്ട് ചെയ്തു. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ജനങ്ങള് അല്ലെ കണ്ടറിഞ്ഞ് നൽകുന്ന ഒരു സ്ഥാനം. ഇങ്ങനെ ഇപ്പൊ അതിലും വലിയ സന്തോഷം മക്കളും എല്ലാവരും ഉണ്ടല്ലേ? 2 മക്കളും. അതാ വിശേഷം പറഞ്ഞ് ആരംഭിക്കാം. കുടുംബത്തെ പറ്റി. 2 പെൺകുട്ടികള്. മൂത്താള് തിരുവനന്തപുരത്താണ്, ആയുർവേദ ഡോക്ടറാണ്. പിന്നെ രണ്ടാമത്തെ മോള് സ്വീഡനിലാണ്. ഇപ്പോ വന്നതാണ്, 2 വർഷമായി പോയിട്ട്. ഇപ്പൊ എല്ലാരും ഉണ്ട് ഇപ്പൊ ഇവിടെ. അതിന്റെ സന്തോഷം. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചതിന്റെ സന്തോഷം. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക്? രാഷ്ട്രീയക്കാരി ആയിരുന്നില്ല. കോളേജിൽ പഠിക്കുമ്പോ ഒന്നും രാഷ്ട്രീയക്കാരി ആയിരുന്നില്ല. പക്ഷെ എന്റെ ഉള്ളിലുള്ള ആദർശം തന്നെയായിരുന്നു. എന്റെ കുടുംബം ചെറുപ്പത്തിലെ തൊട്ട് അങ്ങനെ ഒരു ആദർശമുണ്ട്. എന്റെ കുടുംബം ഈ ആദർശത്തില്ല. അന്നത്തെ RSS കാര്യാലയം ഒക്കെ ഉണ്ടായിരുന്നത് എന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ കണ്ടു വളർന്ന രാഷ്ട്രീയം ഉള്ള ആദർശം തന്നെയായിരുന്നു. എന്റെ ചേട്ടന്മാര് ഒരാള് RSS കാരനാണ്, ഒരാള് BJP കാരനാണ്. പക്ഷെ ഇതില് രസം എന്താ വെച്ചാൽ എന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. കാരണം അന്ന് BJP അത്ര ഉണ്ടായിരുന്നില്ലല്ലോ അച്ഛന്റെ കാലത്ത്. അച്ഛൻ വളരെ വലിയൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അങ്ങനത്തെ വളരെ തീരെ, അതായത് ഞങ്ങളൊക്കെ ഞാനൊക്കെ ജനിക്കണേക്കാളും മുമ്പേ അന്ന് BJP ഒന്നും സജീവമായിരുന്നില്ലോ. പിന്നെ ഏട്ടന്മാരൊക്കെ വളർന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ ഏട്ടന്മാരൊക്കെ വളർന്ന് ഈ ആദർശമായതിനു ശേഷം അച്ഛൻ BJP. അച്ഛനും പിന്നീട് മാറി. ഞങ്ങളുടെ കുടുംബം മൊത്തം മാറി. അത് വിട്ടിട്ടുള്ളൊരു ചിന്ത പോലും ഇല്ല ആർക്കും. കുറേ വർഷങ്ങളായിട്ട് BJP. അതായത് കാര്യാലയമൊക്കെ ഞങ്ങളുടെ അടിയന്തരാവസ്ഥ കാലത്ത് കാര്യാലയമൊക്കെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ആദർശം തന്നെയായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് കല്യാണം കഴിച്ചു പോയ ഹസ്ബൻഡും വളരെ വലിയൊരു RSS കാരനായിരുന്നു. അപ്പോൾ പിന്നെ ഇതന്നെ തുടർന്നു. ഞാന് എന്താ പറയാ, തികഞ്ഞ ഒരു വീട്ടമ്മയായിരുന്നു. ഒരു 9 കൊല്ലം തിരുവനന്തപുരത്തായിരുന്നു കല്യാണം കഴിഞ്ഞ്. മക്കള്, അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് തിരിച്ച് 9 വർഷം കഴിഞ്ഞ് തിരിച്ച് ഗുരുവായൂർ തന്നെ സെറ്റിൽഡ് ആയി. അപ്പോ പിന്നെ അങ്ങനെ പൊതുപ്രവർത്തനം തുടങ്ങി. തിരുവനന്തപുരത്ത് പോയത് ജോലിയായിട്ട് ബന്ധപ്പെട്ട ജോലി എവിടെയായിരുന്നു. ചേച്ചി എന്താ പഠിച്ചിട്ടുള്ളത്? ഞാൻ ശ്രീകൃഷ്ണ കോളേജില് BA. ഞാൻ AUP സ്കൂളാണ് എന്റെ കുട്ടിക്കാലം. അയ്യോ, അത് എന്റെ മനസ്സിൽ വെച്ചാല് നമ്മളെയൊക്കെ വളർത്തി ഉണ്ടാക്കുന്ന, നമ്മളെ വളരെ ചെറുതാകുമ്പോ കുട്ടികളെ വളർത്തുന്ന ഒരു ഏറ്റവും പ്രൈമറി സ്കൂളുകളാണ്. അപ്പൊ എന്റെ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കൂളിന്റെ ഒരു സ്കൂളിന്റെ ഗുണമാണ്. ഞാനും അതിൽ അഭിമാനിക്കുന്നു. പിന്നെ ശ്രീകൃഷ്ണ സ്കൂളിൽ പഠിച്ച്, പിന്നെ ശ്രീകൃഷ്ണ കോളേജിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ഞാന് തിരുവനന്തപുരത്തുള്ള കാലത്ത് മോളുണ്ടായതിനു ശേഷം MA സംസ്കൃതം ചെയ്തു. കാലടി യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹസ്ബൻഡിന്റെ നിർബന്ധാട്ടോ. ആള് ഒരിക്കലും വീട്ടിലിരിക്കാൻ പാടില്ല എന്നുള്ളൊരു, നമ്മള് വീട്ടിൽ ഒതുങ്ങേണ്ട ആളല്ല എന്നുള്ള, ഞാൻ തികഞ്ഞൊരു വീട്ടമ്മയാണ് എന്റെ മനസ്സിൽ മുഴുവൻ. ഇതുപോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ MA BEd കഴിഞ്ഞ് ടീച്ചറാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് എന്നെ കൊണ്ട് ചേർത്തത്. പക്ഷെ അത് നിന്ന് പോയി. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 1 കൊല്ലത്തോളം ഞാൻ റെഗുലർ ക്ലാസ്സിനൊക്കെ പോയിരുന്നു. MA സംസ്കൃതം മുഴുവനാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ, അന്ന് BJP ഗവൺമെന്റിലപ്പോ ഇവിടെ സംസ്കൃതത്തിന്റെ 3 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തിയിരുന്നു. അതിന് എന്നെ തെരഞ്ഞെടുത്തു. അതിന്റെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിരുന്നു. വീണ്ടും ഗുരുവായൂർ വന്നതിന് ശേഷം ഗുരുവായൂർ ക്ലാസ്സുകൾ എടുത്തിരുന്നു. പിന്നെ ബാലഗോകുലം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനമുണ്ട്. കുട്ടികൾക്ക് മാസത്തിൽ ആഴ്ചയിൽ ഒരു ക്ലാസ്സിൽ കുറച്ച് കഥകൾ പറഞ്ഞു കൊടുക്കുക, കുറച്ച് ഭഗവത്ഗീത പറഞ്ഞു, അങ്ങനെ അത് എടുത്തിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ സേവാഭാരതിയുടെ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു, ആരുമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിന്റെ ബാലസദൻ, ആരുമില്ലാത്ത കുട്ടികൾക്ക്. അനാഥാലയം എന്ന് ഞങ്ങൾ പറയില്ല, ബാലഭവൻ എന്നാ പറയാ. ബാലഭവന. അപ്പൊ
എനിക്കതൊക്കെ ഒരു അവസരമായിരുന്നു, ഈശ്വരൻ തന്നൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എല്ലാവർക്കും അതൊന്നും കിട്ടില്ലല്ലോ. അത് അതെന്നൊക്കെയാണ് എനിക്ക് വളരെ വലിയ ഇങ്ങനത്തെ പ്രവർത്തനത്തിൽ നിന്നാണ് ഞാൻ എന്ന വ്യക്തി വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു എന്റെ. എനിക്ക് കോളേജ്, വീട് കഴിഞ്ഞിട്ട് വേറൊരു അമ്പലം, വേറെ ഒരു ചിന്തയില്ലാത്ത ഒരാളായിട്ടുള്ള ഞാനിപ്പോ റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറല് വളരെ കുറവായിരിക്കും. അങ്ങനെ ശരിക്കും അതിന്റെ പുറകില് എന്റെ ഹസ്ബൻഡിന്റെ ഒരു നിർബന്ധമായിരുന്നു. വളരെ നിർബന്ധം എന്ന് പറഞ്ഞാൽ പുറത്ത് എല്ലാറ്റിനും സപ്പോർട്ട്. ആദ്യത്തെ പ്രാവശ്യം ഇലക്ഷൻ നിൽക്കുമ്പോ ഒക്കെ എനിക്കിത് എന്താണെന്ന് അല്ല, ഞാൻ ആ ആദർശത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും എന്താണ് എന്തിലേക്കാണ് നിൽക്കാൻ പോണേ ഒന്നും അറിയില്ല. ആളുടെ നിർബന്ധം കൊണ്ട് എല്ലാറ്റിനും സഹായം ആളായിരുന്നു. ഒരു സ്ഥലത്ത് സംസാരിക്കണമെങ്കിൽ പോലും എഴുതി തരും. ഒരാൾക്കൊരു എന്തെങ്കിലും നമ്മൾ പരാതികൾ കൊടുക്കണമെങ്കിൽ ഒക്കെ എഴുതി തരും. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒപ്പം വരും. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഒരു അഫയർ, ലവ് മാരേജ്. നിങ്ങള് കോളേജിൽ വെച്ചാണ് കണ്ടത്? അങ്ങനെ കോളേജിലല്ല, ഞങ്ങൾ അമ്പലത്തിൽ കൂടെയാണ്. എന്നെക്കാൾ 7 വയസ്സ് വ്യത്യാസം. ഞാൻ കോളേജിൽ എത്തുമ്പോഴേക്കും ആള് കോളേജ് കഴിഞ്ഞ് പോകുന്നു. പക്ഷെ നിങ്ങൾ ചെറുപ്പത്തിലേ അറിയാം? അറിയാം, ഞങ്ങളൊരു ഡിസ്റ്റന്റ് റിലേഷനുള്ള ആയിരുന്നു. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ നിന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചു. ഏട്ടൻ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. എന്നാലും ആള് ആഗ്രഹിച്ചിരുന്ന, അതായത് ഭർത്താവ് മരിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങണമെന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതിലേക്കൊന്നും മരിച്ചതിന് ശേഷം രണ്ടാമത്തെ ശേഷം ഇലക്ഷനിൽ നിന്ന് ഞാൻ തോറ്റു. ഒരു തോൽവി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ തോൽവിക്ക് ശേഷം, അതാണ് ഞാൻ പറയുന്നത്, തോൽവിക്ക് ശേഷം വീട്ടിലിരിക്കാൻ പാടില്ല പറഞ്ഞ് എനിക്ക് ഇവിടെ ഒരു ഷോപ്പ് എടുത്തുന്നു. ഷോപ്പ് എടുത്തുന്ന എന്റെ പേരിൽ തന്നെ ലൈസൻസ് എടുത്തിരുന്ന ആ കടയിൽ വീട്ടിലിരിക്കാൻ പാടില്ല. അപ്പോഴും വീട്ടിലിരിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് തള്ളി വിട്ട ഒരാളാണ്. അപ്പൊ ഞാൻ 5 കൊല്ലം ഞാൻ ഷോപ്പും വീടും. എന്ത് ഷോപ്പായിരുന്നു അത്? ബുക്ക് സ്റ്റാള്, സംസ്കൃത ബുക്കുകള്. ഈ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചപ്പോ ഒരു സംതൃപ്തിയാണോ, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു, അങ്ങനെയുള്ള എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ആദ്യത്തെ 5 കൊല്ലം എനിക്കിത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. ആളുടെ നിർബന്ധം ഉണ്ടായിരുന്നു. BJP എന്ന് പറഞ്ഞാൽ വളരെ പുച്ഛത്തോടു കൂടി കാണുന്ന ഒരു സമയത്താണ് ഞാൻ കൗൺസിലർ ആയിണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, എന്ത് രാഷ്ട്രീയം ആൾക്കാർക്ക് ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഈ ഇതിലും നന്നായി പെരുമാറുന്ന ആൾക്കാരുണ്ടായിരുന്നു. ചിലര് വളരെ മോശമായിരുന്നു, എന്നാലും അതൊക്കെ അതിജീവിക്കാൻ എല്ലാ കാര്യത്തിലും ഞങ്ങളൊരു അവഗണിക്കപ്പെട്ടവരെ 2 കൗൺസിലർമാർ അന്നുണ്ടായിരുന്നു. അവഗണിക്കപ്പെട്ടവരായിരുന്നു ആ 5 കൊല്ലം. പക്ഷെ ആ 5 കൊല്ലം എനിക്ക് വാർഡിന് വേണ്ട കാര്യങ്ങള് അത് ഞാൻ നേടിയെടുത്തു. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോ പക്ഷെ 100% സംതൃപ്തി ഒന്നും ആർക്കും പറ്റില്ലല്ലോ. എല്ലാ കാര്യം എനിക്ക് കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്വപ്നങ്ങൾ ഒരു കൗൺസിലർക്ക് വളരെ ലിമിറ്റഡ് അധികാരങ്ങളല്ലേ ഉള്ളൂ. ഭരിക്കുന്നവരുടെ ഇതനുസരിച്ചല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മുഴുവൻ ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് ജനങ്ങളോട് ഞാനൊരു വാഗ്ദാനം കൊടുക്കാറില്ല. ഞാൻ പറയാറ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്, അവരുടെ ഒപ്പം നിൽക്കും. പിന്നെ അവര് പറയപ്പോ ചോദിച്ചു പറയും എന്റെ വീട്ടിലത്തെ ഒരു കുട്ടിയെ പോലെയാണ്. ആ രീതിയിൽ മാറിയിട്ടുണ്ട്. കൂടെ നിൽക്കുക എന്നുള്ളതാണ് അല്ലേ നമുക്ക് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം. ഈ 5 വർഷം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇലക്ഷനിലാണ് തോൽക്കുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല ഇതൊക്കെ അവസാനിപ്പിച്ച്. ഞാൻ അവസാനിപ്പിച്ചതാണ്. പിന്നെ എന്താ വെച്ചാൽ ഹസ്ബൻഡിന് നിർബന്ധമായിരുന്നു. ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിക്കുന്നേക്കാളും മുമ്പേ ഇലക്ഷൻ നിർത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളാഗ്രഹിച്ച ഒരു ജീവിതം അതാണ്. നമ്മൾ അകത്തിരുന്ന് അങ്ങനത്തെ ഒരു ജീവിതമല്ല, അങ്ങനെ ഒതുങ്ങരുത് എന്നുള്ളൊരു. അപ്പൊ നമ്മളെന്താ ചെയ്യാ, ഒരാളോട് മരിച്ചു വെച്ചിട്ട് അയാൾക്ക് വേണ്ടി കരഞ്ഞ് ജീവിക്കില്ലല്ലോ. എങ്ങനെയാണോ അവര് ആഗ്രഹിച്ച ആ രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വന്നു. എനിക്ക് അവസാന നിമിഷം വേണ്ടാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നോടുകൂടി എനിക്ക് വലിയ മാറ്റങ്ങൾ വന്നു. രണ്ടാമത് ഞാൻ ഒരു കൊല്ലത്തോളം വളരെ വിഷമത്തിലായിരുന്നു മരിച്ചത്. പെട്ടെന്ന് ഉണ്ടായ ഒരു ടേണിംഗ് ആണ് എന്റെ ജീവിതത്തില്. പ്രത്യേകിച്ച് 2 പെൺകുട്ടികള്, എനിക്ക് സ്വന്തമായിട്ട് ജോലിയില്ല. വിചാരിക്കാതെ ഒരു ടേണിംഗ് ആയിരുന്നു. ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ആര് ചുറ്റിലുണ്ടായാലും കാര്യമില്ല. അപ്പൊ വേണ്ടാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇതില് വന്നോടുകൂടി ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോ എനിക്കെതിരെ വോട്ട് ചെയ്യണവരൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവരുടെ രാഷ്ട്രീയം കൊണ്ട് വോട്ട് ചെയ്ത് പോകണം. ഒരാൾക്ക് അങ്ങനെ വലിയ വിഷയങ്ങളും മാനസികമായിട്ട് അടുപ്പില്ലാത്തതിന്റെ ഈ ഞാൻ കഴിഞ്ഞ നമ്മളെ ഇലക്ഷന് തൊട്ട് മുമ്പ് നമ്മളെല്ലാവരും ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയില് ഒരു കൈക്കൂലി വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോ ചേച്ചി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും കൊല്ലം 10-15 കൊല്ലം കൗൺസിലറായിട്ട് ഇരുന്ന ആളാണ്, എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും എന്റെ കൈകള് ശുദ്ധാണെന്നും 5 പൈസ കൈക്കൂലി മേടിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ് ആ ഒരു ധൈര്യം? ഞാന് ഇതിനിറങ്ങുമ്പോഴേ സാധാരണ പൊതുവെ ഒരു ടോക്ക് ഉണ്ട്, ചക്കരക്കുടത്തിൽ കൈയിട്ടാ നട്ടാത്തവരുണ്ടോ. അത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ഇറങ്ങുമ്പോ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്,
ഞാനൊരാൾക്ക് കൈക്കൂലിയും കൊടുക്കൂല, ഞാൻ കൈക്കൂലി വാങ്ങൂല. കാരണം അങ്ങനെ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ പലപ്പോഴും വരും. നമുക്ക് കൊടുക്കേണ്ടി വരും. കൗൺസിലർമാർക്ക് കാര്യം പെട്ടെന്ന് സാധിക്കണമെങ്കിൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, കൗൺസിലർക്ക് പോലും കൊടുക്കേണ്ടി വരാറുണ്ട്. വേണ്ടി വരും. അത് പറയണേ കൊറേ പറയാതെ. അല്ല, അപ്പൊ അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. കൊടുക്കേണ്ടി വരും. കൈക്കൂലി എന്ന് പറഞ്ഞ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇതാ കൊടുക്കുക, അങ്ങനല്ലേ. അപ്പൊ ഞാൻ എന്താ തീരുമാനിക്കാ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യണ പോലെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യണം. അപ്പൊ ഞാൻ കൊടുത്തിട്ട് ഒരു കാര്യം ഞാൻ നേടില്ല. ഇത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ഞാൻ ഒരു പൈസ പോലും വാങ്ങൂല, ഒരു പൈസ പോലും ആർക്കും കൊടുക്കൂല. അത് ഇത്ര ധൈര്യപൂർവ്വം ഞാൻ പറയണ എന്താ വെച്ചാൽ, ഇപ്പൊ സാധാരണ ഇപ്പൊ ജനങ്ങൾ പറയണ എന്താ വെച്ചാൽ, ഈ വർക്കുകള്, സിവിൽ വർക്കുകളൊക്കെ വരുമ്പോ കൈക്കൂലി വാങ്ങുന്നാണ് ഒരു പറച്ചില്. ഇത്ര ശതമാനം, അതാണ് അതിൽ വന്നൊരു ചർച്ച. ഇത്ര ശതമാനം പൈസ കൗൺസിലർക്ക് ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ പറയണു, ഇപ്പൊ ഈ പരിസരത്തുള്ള കോൺട്രാക്ടർമാരാവൂലോ വർക്ക് എടുക്കുന്നത്. ഏതെങ്കിലും കോൺട്രാക്ടർ വന്ന് ഞാൻ, അത് മാത്രല്ല ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് അർഹതയില്ലാത്ത ഒരു പൈസ പോലും ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും തെളിയിച്ചോ, ഞാൻ ധൈര്യപൂർവ്വം ഞാനത് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് പോയത്. കാരണം അഴിമതി നടത്താൻ പറ്റിയ ഒരു തന്നെയാണ്. ആയിരിക്കും, ഉണ്ടാവും, എനിക്കറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആരെങ്കിലും അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ആളുകൾ തരാവുന്ന ഓഫറിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം 2005 കൗൺസിലറായിട്ട് ഫസ്റ്റ് ഞാനൊരു റോഡിന്റെ വർക്ക്, ആദ്യത്തെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ റോഡിന്റെ വർക്ക് ചെയ്തു. അപ്പൊ റോഡിന്റെ വർക്ക് ചെയ്തപ്പോ ഞാന് പേരൊന്നും പറയില്ല, ഒരു കോൺട്രാക്ടർ വേറൊരാൾ വഴി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ ഒരു വിഹിതം നമുക്കുള്ളതാണ്, ഇത് കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു, എനിക്കത് ആവശ്യമില്ല. അങ്ങനെ പറ്റില്ല, അത് വാങ്ങണം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങില്ല, നിങ്ങൾ ആ പൈസയും കൊണ്ട് റോട്ടിൽ ഇറക്കിക്കോളൂ, ഞാനത് വാങ്ങുകയില്ല. ആ വേറെ ആൾ മുഖാന്തരാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങില്ല. അത് മാത്രല്ല, പണ്ടൊക്കെ എന്താ വെച്ചാൽ കൗൺസിലർ ഒപ്പിടണം. ആ ഫയലില് കൗൺസിലർ ഒപ്പിട്ടാല് കോൺട്രാക്ടർക്ക് പൈസ കിട്ടുള്ളൂ വർക്ക് ചെയ്തതിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങില്ല എന്ന് മാത്രല്ല, വർക്കിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടുള്ളൂ, ഞാൻ ഒപ്പിട്ടില്ല. അതാണ് എന്റെ സ്റ്റാൻഡ്. ഇങ്ങനെയൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. ഞാനതില് ഒന്നും അഭിപ്രായം പറയില്ല. ഓരോരുത്തർ എനിക്കറിയില്ല എങ്ങനെയാണ് അവരുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്രയും ഓപ്പൺ ആയിട്ട്. പിന്നെ ഇന്നേ വരെ ഒരു കോൺട്രാക്ടർ എന്റെ അടുത്ത് വന്നിട്ടില്ല. ഞാനത് പരസ്യമായിട്ട് നഗരസഭയിൽ നിന്ന് പറഞ്ഞു. അവരിങ്ങനെ പറയും, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഞാൻ തല്ലൂടുന്ന ആളാണെന്നാണ് പുറമെ. ഇപ്രാവശ്യം ഇലക്ഷന് വന്ന ഒരു പരാതി അതായിരുന്നു, ഞാൻ എല്ലാവരോടും തല്ലൂടും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, അങ്ങനത്തെ ഒരാളാണെന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വീടിന്റെ മുമ്പിലത്തെ കാര്യത്തിനല്ലല്ലോ ഷൗട്ട് ചെയ്യുന്നത്, ഷൗട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ ആവശ്യം. അതിനാണ് എന്നെ തെരഞ്ഞെടുത്തത്. എനിക്കത് കഴിഞ്ഞു. പിന്നെ ഞാൻ അവരോട് നല്ല ഫ്രണ്ട്ലിയാണ്. പക്ഷെ കാര്യം നടക്കണവരെ ഞാൻ ഷൗട്ട് ചെയ്യും, തല്ലൂടും, എല്ലാം ഞാൻ ചെയ്യും. അതെന്റെ ആ രീതിയിൽ എനിക്ക് മാറാൻ പറ്റില്ല. ഒരിക്കൽ ഞാനും അത് ദൃക്സാക്ഷിയാണ്. കാരണം ഈ 2018 പ്രളയകാലത്ത് നമ്മുടെ GVP സ്കൂളിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുള്ള ശോഭ വളരെ ശാന്തയായിട്ടുള്ള ഒരു അമ്പലക്കാരി ചേച്ചി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അന്ന് ഒരു എതിർപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പയ്യനാണ്, ചെറുപ്പക്കാരനോട് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കണ, ഞാൻ ഇവിടുത്തെ കൗൺസിലറാണ്, സൂക്ഷിച്ച് സംസാരിച്ചില്ലേ. അല്ല, അത് എന്താ പറയാ, അത് എനിക്ക് കഴിഞ്ഞു. എന്റെ അപ്പുറത്തുള്ളവരോടൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്. അത് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കൗൺസിലർമാരുടെ അവസാനത്തെ ഒരു ക്രിസ്മസ്, അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കുക, അല്ലാത്തോട്ട് ഞാൻ വിയോജിക്കും. അതാരായാലും, ഞാനും ചെയർമാനോട് ഇഷ്ടം പോലെ കാണാൻ നിങ്ങൾക്ക്. പക്ഷെ അത് കഴിഞ്ഞു. പക്ഷെ ആ വിഷയത്തിൽ ഞാൻ വിയോജിക്കും, അല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ചിലപ്പോ വിയോജനക്കുറിപ്പ് കൊടുക്കും. പക്ഷെ അത് എന്റെ രീതിയാണ്, ആ രീതിയിൽ എനിക്ക് പോകാൻ പറ്റും. രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ട സ്ഥലങ്ങളിൽ എതിർക്കുകയും, രാഷ്ട്രീയത്തെക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിഷയം, പൊതുകാര്യങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടും വിയോജിക്കേണ്ടത് വിയോജിക്കും. അത് അതിനേക്കാളും കൂടുതൽ കൗൺസിൽ ഹാളിലൊക്കെ രാഷ്ട്രീയം വരരുതെന്നാണ് എന്റെ ആഗ്രഹം. കാരണം വളരെ കുറച്ച് സമയം ജനങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരു 2-3 മണിക്കൂറേ ഉള്ളൂ. ജനങ്ങളുടെ വിഷയം ചർച്ച, രാഷ്ട്രീയത്തിന് നമുക്ക് ഇഷ്ടംപോലെ വേദികളുണ്ടാവും, അവസരങ്ങളുണ്ടാവും, പല സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് കൗൺസിൽ ഹാള്. അപ്പൊ എന്റെ ആഗ്രഹം അവിടെ രാഷ്ട്രീയം ഇല്ലാണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ കയറി വരണം. ജനകീയമായ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വേറെ സംവദിക്കാൻ വേറെ വേദികൾ. ഈ കഴിഞ്ഞ കാലങ്ങൾ വളരെ തൃപ്തിയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. തൃപ്തി 100% ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതില് ഇപ്പൊ ഞാൻ പറയാം, എന്റെ വാർഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഗുരുവായൂർ നഗരസഭയുടെ ഭാഗം വരുന്നത്, ക്ഷേത്രം നിൽക്കുന്ന വാർഡാണ്.
അപ്പൊ അതില് വലിയൊരു ഭാഗം ദേവസ്വത്തിന്റെ ഭാഗമാണ്. ദേവസ്വത്തിന്റെ അവസ്ഥ അറിയാലോ, ഞാൻ പറയാണ്ടറിയാം. ഒരു കാര്യങ്ങളും നടക്കില്ല അവിടെ. അവിടെ കുറെ ബ്യൂറോക്രസിയും കുറെ പ്രശ്നങ്ങളാണ്. ഇത് മുകളിൽ നിന്ന് തീരുമാനങ്ങൾ വരണം. വളരെ ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ ദേവസ്വമായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കും നമുക്ക് 100% സംതൃപ്തി ഇല്ല. ബാക്കി വാർഡുകളിൽ അതായത് ചെയ്യാൻ പറ്റുമായിരുന്ന കുറെ കാര്യങ്ങളും അല്ലേ, ശരിക്കും ഒരു ദേവസ്വത്തിന്റെയും ഒക്കെ സഹകരണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗുരുവായൂരത്ത് എല്ലാ വികസനവും കൊണ്ടുവന്നത് LDFന്റെ നേതൃത്വത്തിലാണെന്നും BJP പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെന്നുള്ളതും. എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ LDF ഭരിച്ചു തുടങ്ങിയിട്ട് 25 വർഷമാണ്. ഇത് 26ാമത്തെ വർഷത്തിലേക്ക്. അപ്പൊ ഈ 10 കൊല്ലമായിട്ട് കൊടുന്ന വികസനത്തിന് മുമ്പ് ഇവരെവിടെയായിരുന്നു? ഇവരെന്നല്ലേ ഭരിച്ചിരുന്നത്. ഇതുപോലെ എന്ത് വികസനം ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടെ 2 പ്രോജക്ട് കിട്ടിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട 2 പ്രോജക്ട്. ഒന്ന് അമൃത്, ഒന്ന് പ്രസാദം പദ്ധതി. ഞാൻ പറഞ്ഞു മുഴുവൻ ഗ്രാൻഡ് ആണ്. 100 കോടി വരെ ഓരോ ടെമ്പിൾ സിറ്റിക്കും കൊടുക്കുന്നതാണ്. ടെമ്പിൾ സിറ്റികൾക്ക് കിട്ടുന്നതാണ്. ഈ 100 കോടിയില് അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് പ്രോജക്ട് കൊടുത്താലേ അതിനനുസരിച്ച് കിട്ടുള്ളൂ. അപ്പൊ പ്രോജക്ട് കൃത്യമായിട്ട് കൊടുക്കാണ്ട് 46 കോടി 44 കോടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് പ്രൊജക്ട് കൃത്യമായിരുന്നെങ്കിൽ 100 കോടി വരെ കിട്ടുമായിരുന്നു. അത് 2015-20 കിട്ടിയതാണ്. അതിന്റെ ഒരു ഫോളോ അപ്പുകൾ ഇപ്പൊ വലിയ വികസനം നടത്തിയ ചെയർമാനാണ് കൃഷ്ണദാസ്. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ കാലത്ത് എന്ത് പ്രോജക്റ്റാ കിട്ടിയെന്നൊന്ന് പറയട്ടെ. അന്ന് 2015-20 കിട്ടിയതാണ് ഈ പ്രസാദം പദ്ധതി. അവര് ഇത് പറയണ്ടല്ലോ, ഫെസിലിറ്റേഷൻ, അമ്യൂണിറ്റി സെന്റർ. പിന്നെ അമൃത് 1 ഗുരുവായൂരിന് കിട്ടിയത് അങ്ങനത്തെ സെക്രട്ടറി ഒരു ലെറ്റർ അയച്ചിട്ടാ. അതിന്റെ ഭാഗമായിട്ട് അമൃത് നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ലെറ്റർ വന്നു. എന്നിട്ട് തന്നെ 2015 ഇലക്ഷനില് അങ്ങനെ ഒരു അമൃത് പദ്ധതി ഇല്ല, BJP കളവാണ് പറയണത് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയവര്. ഒരു ജനൻ ടിവിയുടെ ചാനൽ ചർച്ചയില് M കൃഷ്ണദാസ് തന്നെയാ പറഞ്ഞു, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഒന്നും ഇല്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. 2000 ഇലക്ഷൻ കഴിഞ്ഞു, ജയിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് പറയണ അങ്ങനെ ഒരു എന്താ വെച്ചാൽ പ്രോജക്റ്റുകൾ കൊടുക്കണ്ടേ. നമ്മൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീം കൂടെ പാസ്സായി കഴിഞ്ഞ ഒരു പ്രോജക്റ്റ് കൊടുക്കണ്ടേ. പ്രോജക്റ്റ് കൊടുക്കണ്ട ഫണ്ട് ഇന്ന രീതിയിൽ ഇന്ന ഇപ്പൊ റോഡ് ഇത്ര നീളം ഇത്ര വീതി ഇന്ന ഇന്റർലോക്ക് ചെയ്യുന്നു എന്നിട്ട് ഒരു പ്രോജക്റ്റ് കൊടുക്കണ്ട, വെറുതെ ഇങ്ങനെ ഫണ്ട് ഇങ്ങോട്ട് വരൂ. അതുപോലെ ആലോചിക്കാനുള്ള ചിന്തിക്കാനുള്ള ഞാൻ പറയാൻ പാടില്ല, വിവരമില്ലാത്തവരാണ് ഭരിക്കണേന്നാണ്. എന്നിട്ട് പിന്നെ അമൃത് പദ്ധതി ഇല്ല എന്ന് പറഞ്ഞ അവസാനം പിന്നെ പ്രോജക്റ്റുകൾ കൊടുത്തു. അമൃത് 1 ഇപ്പൊ അതേ കൃഷ്ണദാസ് തന്നെയാണ് പറയണത്. ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറഞ്ഞു. അതേ കൃഷ്ണദാസ് പറഞ്ഞു ഞങ്ങൾ അമൃത് 1 ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് അമൃത് 2 കിട്ടി. അമൃത് ഇല്ല എന്ന് പറഞ്ഞ് അത് കളവാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വായോണ്ടന്നെ അത് മാറ്റി പറയട്ടെ. ഈ ഗുരുവായൂർ പോലുള്ള ഒരു തീർത്ഥാടന നഗരിയിൽ എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ഗുരുവായൂരിനെ പറ്റിയിട്ട് ഒരു വികസന കാഴ്ചപ്പാടുണ്ടാവണം. വേണ്ടേ, ഒരു ഫയല് നമ്മുടെ എപ്പോഴും ഉണ്ടാവണം. ഇപ്പൊ രാഷ്ട്രപതി വരുന്നു, കൊണ്ടുകൊടുക്കണം. അതായത് ഗുരുവായൂരിന്റെ സാധ്യമായിട്ടുള്ള വികസനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പോലും ഇല്ല എന്നാണ് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി വന്ന അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. വേണ്ട, അപ്പോയിന്റ്മെന്റ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാണ്ടിരിക്കും. അദ്ദേഹം കൊണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ, ഗുരുവായൂരിന് വേണ്ടി എന്ത് പ്രോജക്റ്റാണ്. ഇതൊന്നും ഇല്ലാണ്ട് ഈ അമൃതും പ്രസാദം തന്നു. ഇവിടെ എന്ത് കൊടുത്താലും തരുന്ന ഒരു ഗവൺമെന്റാണ്, രാഷ്ട്രീയം നോക്കാതെ. ഇവിടെ ഇപ്പൊ MLA ഇല്ല, MP ഇല്ല. MP ഇപ്പോഴേ വന്നുള്ളൂ. ഒരു 1-2 കൗൺസിലർമാരുണ്ടായിട്ട് അതൊന്നും നോക്കാണ്ട് എന്ത് പ്രോജക്റ്റ് കൊടുത്താലും ഗുരുവായൂരിന്. അങ്ങനെ ഗുരുവായൂരിനെ സ്നേഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഒരു മന്ത്രിസഭയാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഇവര് ഈ 15-20 നടപ്പാക്കിയ പദ്ധതികളാണ് ഇപ്പോഴും പറയണത്. വേറെ എന്തായാലും പറയണത്. ഞാൻ വേറൊരു വിവരാവകാശം കൂടി വെച്ചു, എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഞാൻ ചോദിച്ചത് ഗുരുവായൂർ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ഗുരുവായൂർ നഗരസഭയ്ക്ക് കിട്ടിയ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ. സംസ്ഥാന ഗവൺമെന്റ് അതാ നമ്മൾ ഭരിച്ചു തുടങ്ങിയിട്ട് 2014 ആയിട്ടുള്ളൂ. അതിനു മുമ്പ് 14 വരെ ലഭിച്ച കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കിട്ടിയ മറുപടി എന്താ പറയുക, വിവരം ലഭ്യമല്ല. എന്താ കിട്ടിയിരിക്കുന്നത്? കുറെ അനുകൂല കാലം ഉണ്ടായിരുന്നല്ലോ. ഇവര് ഈ LDF UDF ചേർന്ന് സെൻട്രൽ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നില്ലേ? അന്ന് ഗുരുവായൂർ ഇതേപോലെ ഉണ്ടായിരുന്നു. അന്ന് ഇവരിവിടെ ഭരണം ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു. എന്തൊക്കെ കിട്ടാൻ ഒക്കെ അവരുടെ എന്ന് പറയുന്നത് നമുക്ക് വിരോധമില്ല. അവര് നടപ്പാക്കി, ഇല്ല എന്നും പറയില്ല. അതൊന്നും ഞാൻ ഇല്ല എന്നും പറയില്ല, നടപ്പാക്കി. പക്ഷെ മുഴുവൻ ക്രെഡിറ്റ് ഒന്നും അവർക്കില്ല. ഇപ്പൊ അവിടെ ഇരിക്കുന്നവര് എന്ത് കൊടുത്താലും ഇപ്പോഴും ഞാൻ പറയണ 20-25 എന്ത് പ്രോജക്റ്റാണ് ഈ M കൃഷ്ണ വികസന നായകൻ എന്ന് പറയുന്ന
കൃഷ്ണദാസ് ഗുരുവായൂരിന് എന്ത് പ്രോജക്റ്റാണ് സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കുന്നത്? ഞാൻ പറയണ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ലാത്ത ഒരാൾക്കാരാണ് ഗതികേടോണ്ട് ഗുരു. എന്റെ അഭിപ്രായം അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു ടെമ്പിൾ സിറ്റി വേണ്ടത്. നിങ്ങൾ നോക്കി നോക്കൂ, രാത്രി പോലും പ്രകാശിക്കേണ്ട ഒരു നഗരമാണ്. നിങ്ങൾ ഓരോ സ്ട്രീറ്റ് ലൈറ്റിന്റെ മുകളിൽ നോക്കും, നമ്മൾ ഈ ടോയ്ലറ്റ് വളരെ വലിയ കാഴ്ചപ്പാട് വേണ്ട. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ കേബിളുകള് അണ്ടർഗ്രൗണ്ട് കേബിൾ ആക്കേണ്ട കാലം മാറിയില്ല. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് സ്കീം ഉണ്ടാവും. നമ്മളത് വേണ്ട. അപ്പൊ എന്താ വെച്ചാൽ അവിടെ BJPക്ക് ഗുണം ചെയ്യും, അവിടെ രാഷ്ട്രീയം കാണുന്നു. ടെമ്പിൾ സിറ്റിക്ക് ഇത്രയും നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ഉള്ളപ്പോ ഇതൊന്നും പോരാ വികസനം. ഇപ്പൊ സുരേഷ് ഗോപി വന്നിട്ട് ഒരു കൊല്ലായി. അദ്ദേഹം ഞങ്ങള് 2 കൗൺസിലർമാരെ അപേക്ഷിച്ചു, ഞങ്ങക്ക് ഹൈമാസ് ലൈറ്റുകൾ തന്നു. MP-നെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വലിയൊരു പരാതി. എല്ലാ നിസ്സാര കാര്യത്തിന് ഒരാവശ്യമില്ലാണ്ട് അദ്ദേഹത്തിനെ പറ്റിട്ട് പറയുമ്പോ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും. കാര്യം ജയിക്കണ ഒരു രാഷ്ട്രീയം വേണം. ജയിച്ചു കഴിഞ്ഞു അദ്ദേഹം MP ആണ്. TN പ്രതാപനോട് എങ്ങനെയാണോ അതേപോലെ കാണേണ്ടത്. നിങ്ങൾ നോക്കി നോക്കും, നഗരസഭയുടെ ഏതെങ്കിലും നോട്ടീസിൽ അദ്ദേഹത്തിന്റെ പേരോ ചിത്രമുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റ് പോലും അത് വിളിക്കാത്തത് കൊണ്ടാണോ അതോ വിളിച്ചിട്ട് വരാത്തത് കൊണ്ടാണോ? അത് പറയണ്ടാവും. വിളിക്കണതിന്റെ കാര്യം എനിക്കറിയാം. അപ്പൊ 20-ാം തീയതി ആയിരിക്കും ഇവര് ഉദ്ഘാടനം. അതായത് ആദ്യം സ്റ്റേറ്റ് മിനിസ്റ്ററെ കണ്ടിട്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഒഴിവനുസരിച്ച്. എന്നിട്ട് അതിന് 4 ദിവസം മുമ്പേണ് സുരേഷ് ഗോപി വിളിക്കുന്നത്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് അങ്ങനെ വിളിച്ചാൽ വരാൻ പറ്റുമോ? ഈ നിവേദനം മേടിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആളുടെ. നിവേദനം അദ്ദേഹത്തിന് പറ്റണമെങ്കിൽ അദ്ദേഹം വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ബാക്കി ഒരു പൊള്ളയായ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. നമ്മളെ പോലെ സത്യസന്ധമായിട്ട് അങ്ങനെ മൂടി വെച്ച് സംസാരിക്കാറില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മള് വ്യക്തിപരമായിട്ട് പറയാം, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കുറച്ചിങ്ങനെ ഇതായിട്ട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് പറ്റാത്ത കാര്യം അങ്ങനെ അദ്ദേഹം ഏറ്റെടുക്കും. അതിനവിടെ MP ഓഫീസില്ലേ, MP ഓഫീസ് വഴി കൊന്നു. അതിന്റെ MP ഓഫീസ്. MP മാത്രമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയും കൂടി. ഒക്കെ അങ്ങനെ വാങ്ങിയിട്ട് അത് വേണ്ട രീതിയിൽ ആയില്ലെങ്കിൽ അത് നമ്മൾ പരാതി. ഇപ്പൊ അദ്ദേഹം കാണുമ്പോ ഒരു പേപ്പർ വാങ്ങണം, അതറിയാണ്ട് വണ്ടിയിൽ ഇട്ടു. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വെച്ചാൽ അത് പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ പിടിക്കില്ലേ? അതൊരു പ്രോപ്പറായിട്ട് പോകണമെന്ന് അദ്ദേഹം പറയില്ല. MP ഓഫീസിൽ കൊടുക്കണം. ഞാൻ മനസ്സിലാക്കിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് നടപ്പാക്കിയ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അഴുക്കുചാൽ പദ്ധതിയാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാനത് പറയും. കാരണം വർഷങ്ങളായിട്ട് ഗുരുവായൂരിന്റെ ഇന്നേ വരെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് അഴുക്കുചാൽ പദ്ധതി. 50 വർഷം കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി നടപ്പാക്കി ആ പദ്ധതി ഇന്ന് എവിടെ നിൽക്കണം നിങ്ങൾക്ക് അറിയൂ? എന്താണ് അതിന്റെ അവസ്ഥ? അതിന്റെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല, നോക്കൂ, ഔട്ടർ റിംഗ് റോഡ് ഇന്നർ റിംഗ് റോഡ് നോക്കൂ, കുറേ മാൻഹോളുകള്. ഈ മാൻഹോളുകള് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണില്ല. മെയിൻറ്റെയിൻ ചെയ്യാത്തോട് പല സമയത്ത് നിന്ന് പൊട്ടി പുറത്തേക്ക് ഒഴുകുകയാണ്, ദുർഗന്ധം. എന്നിട്ട് ഈ അമ്പലത്തിന്റെ 200 മീറ്റർ അടുത്ത്, അമ്പലത്തിന്റെ പരിസരത്താണ് ഈ ഇങ്ങനെ വലിയൊരു പ്രോജക്റ്റ് അഴുക്കുചാൽ പദ്ധതി ഉണ്ടായിട്ടും ഒരുപാട് കമേഴ്സ്യൽ സ്ഥാപനങ്ങള് കാനകൾ മഴവെള്ളം ഒഴുകാനുള്ളതാ, അല്ലാണ്ട് അഴുക്ക് വെള്ളം ഒഴുകാനുള്ളതല്ല. മഴവെള്ളം ഒഴുകിയിട്ട് ചക്കങ്കണ്ടം കായലിൽ ചേരേണ്ടതാണ് കാനകള്, അല്ലേ? അപ്പൊ ആ കായലും ഭംഗിയാവും. കാരണം മഴവെള്ളം ധാരാളം സമൃദ്ധിയായിട്ട് അതിന് പകരം ഇപ്പൊ ഒഴുകണ അഴുക്ക് വെള്ളം. ഇങ്ങനെ അഴുക്കുചാൽ പദ്ധതി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് കാനയിലേക്ക് വീണ്ടും മാലിന്യം ഒഴുക്കുന്നു ജനങ്ങൾ? അത് ഇവരുടെ കൊള്ളരുതായ്മയല്ലേ? ഭരിക്കുന്നവരുടെ കഴിവുകേട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരുപക്ഷെ അതൊരു പ്രോപ്പർ പ്ലാനിങ്ങിന്റെയും. ഞാൻ പറയാം, അമൃത് പ്രോജക്റ്റ് കിട്ടി. അമൃതില് 5 ഹെഡിനാണ് പൈസ തന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹെഡ് മാലിന്യ സംസ്കരണമായിരുന്നു. ഇത്രയും വലിയ ഹെഡില് ഇത്രയും കോടികൾ കിട്ടിയിട്ട്, കോടികളുടെ പ്രോജക്റ്റാണ്. ഏറ്റവും ആദ്യം ഗുരുവായൂർ നടപ്പാക്കേണ്ട അഴുക്കുചാൽ പദ്ധതി അല്ലെങ്കിൽ ഇതായിരുന്നു, വലിയ തോടായിരുന്നു. വലിയ തോടിന്റെ അവസ്ഥ എന്താ ഇപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആനയെ കുളിപ്പിച്ചിരുന്ന പണ്ടുള്ളവർക്ക് അറിയണ ആ തോടിന്റെ അതിന്റെ പരിസരത്തുള്ളവരുടെ വെള്ളം ഇതിന്ന് വെള്ളം മൂറി വന്നിട്ട് കിണറിലത്തെ വെള്ളം മുഴുവൻ മലിനാണ്. ആ വെള്ളം, ഈ കുടിവെള്ളം മുഴുവൻ മലിനാണ് ജനങ്ങളുടെ. അതിലൊരു പ്രോജക്റ്റ് മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞിട്ട് അതുപോലും കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗുരുവായൂരത്തെ. ഇനിയും പരിഹാരമില്ലാത്തൊരു പ്രശ്നം. ഈ വലിയ തോട് ശരിയായി തന്നെ ഇവിടുത്തെ കൊതുവിന്റെ പ്രശ്നമാണ്. ഈ കൊതുവിന്റെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പൊതുജനങ്ങൾ ചോദിക്കണം. ഞാൻ ദിവസം ചെന്ന് തല്ലുകൊണ്ട ഒരു കാര്യം, കൊതുവിന് മരുന്ന് കളിക്കല് എത്ര കാലം ഇവിടെ നിർത്തി വെച്ചിട്ട് അറിയും? ഒരു 5 കൊല്ലമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൊതുവിന് ഫോഗിങ്ങോ മരുന്ന് കളിക്കും? അടിസ്ഥാനപരമായിട്ട് ഒരു നഗരസഭ ജനങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചെയ്തിട്ടുണ്ടോ? ഈ നഗരസഭയുടെ എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒറ്റ പാടിലും ചെയ്യണില്ല. ആ മരുന്ന് കളിക്കണൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്, അറിയോ? അത് ഉപയോഗിക്കാണ്ട തുരുമ്പിടിച്ചു പോയി പലതും. ഫോഗിങ് ഇല്ല, മരുന്ന് തെളിയില്ല. എന്താ ചെയ്യാത്തത്? ഒരു കാഴ്ചപ്പാടില്ല. സാധാരണക്കാരുടെ എന്ത് പ്രശ്നമാണ് ഇവിടെ പരിഹരിച്ചിരിക്കണെന്ന്
ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നിന്റെ കണ്ണില് കാണില്ല? ഞാൻ 16 വർഷമായില്ലേ, ഒരു വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയാണ് ഒരു ടെമ്പിൾ സിറ്റി. ടെമ്പിൾ സിറ്റിക്ക് വേണ്ട എല്ലാ ഇതും നശിപ്പിച്ചു എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഓരോ 5-6 സെന്റ് ഉണ്ടെങ്കിൽ എല്ലാ മാനദണ്ഡവും മറികടന്ന് അവിടെ ഒരു ലോഡ്ജോ എന്തെങ്കിലും വരും. വരട്ടെ കേട്ടോ, വികസനം വേണം. പക്ഷെ അവർക്ക് മാലിന്യ സംസ്കരണ സംവിധാനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് നേരെ കാനലിലേക്ക് തുറന്നു. ഇവർക്ക് എന്തുകൊണ്ട് ലൈസൻസ് പുതുക്കുമ്പോൾ, ഞാൻ പിന്നെയും പറയണതാണ്, ലൈസൻസ് പുതുക്കുമ്പോൾ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ഒരു പോളിസി എന്താ? സ്വയം മാലിന്യ സംസ്കരണ ഉറവിട മാലിന്യ സംസ്കരണമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ലൈസൻസ് പുതുക്കുമ്പോ അത് ഉണ്ടോന്ന് പരിശോധിച്ച് അതില്ലാത്തവർക്ക് ലൈസൻസ് കൊടുക്കരുതെന്നേ. അല്ല, ഇനി കാനലിലേക്ക് ഒഴുക്കുന്നവരെ ലൈസൻസ് കട്ട് ചെയ്യണം. എന്താണെന്ന് ചെയ്യാൻ പറ്റാത്തത്? അപ്പോഴല്ലേ നമ്മൾ ജനങ്ങളുടെ ഒപ്പം നിന്ന്. വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു കല്യാണ തിരക്കുള്ള ദിവസം നിങ്ങൾക്ക് ഒരു വണ്ടി കൊണ്ട് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റൂ? ഇപ്പൊ ഒരു കുറച്ച് അപ്പുറത്തുള്ള ഒരാൾക്ക്, പൂക്കോടുള്ള ഒരാൾക്ക് വണ്ടിയിൽ വന്നിട്ട് സാധനം വാങ്ങാൻ പറഞ്ഞ് വരാൻ പറ്റില്ല. ഒരു എമർജൻസി ഒന്നും ഒരു ആംബുലൻസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഗുരുവായൂർ എന്താ ഇവരുടെ വിവരക്കേടനല്ലേ? എന്തുകൊണ്ട്? അതായത് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ വൺ വേ എല്ലാം പ്രശ്നമാണ്. വൺ വേ മാത്രല്ല, ഇവിടെ വേണ്ട രീതിയിൽ ഞാൻ പറയണപ്പോ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ടൂ വീലർ. നിങ്ങൾ ടൂ വീലർ ഉപയോഗിക്കണം, നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും? ടൂ വീലർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 25 വർഷം ഭരിച്ചല്ലോ, വികസന നായകന്മാരല്ലേ. എവിടെ ടൂ വീലർ പാർക്കിംഗ് ഉള്ളത്? ഉണ്ടോ? ഇല്ല, ടൂ വീലർ പാർക്കിംഗ് ഇല്ല. നിങ്ങൾക്ക് പോലീസ് വന്ന് നിങ്ങളെ ഇത് ഫോട്ടോ എടുത്തു എവിടെ? എന്നിട്ട് എന്താ വെച്ചാൽ റോഡിൽ മുഴുവൻ പാർക്ക് ചെയ്ത് മുഴുവൻ ട്രാഫിക് ബ്ലോക്കാണ്. അത് മാത്രല്ല, ഈ നിസ്സാരം ഞാൻ പറയാം, പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഡിജിറ്റൽ ബോർഡ് വെക്കും. ഇത്ര പണിയുണ്ടായിന്. അപ്പൊ നമ്മള് ഗുരുവായൂരിന്റെ 2 എൻട്രൻസിലും വരുമ്പോ തന്നെ ഇന്ന പാർക്കിംഗ് എല്ലാം, അത് ദേവസ്വമായിട്ട് ചേർന്നിട്ട് ദേവസ്വന്റെ പാർക്കിംഗ് ഉണ്ട്, എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ വരുമ്പോ അമ്പലത്തിന്റെ മേൽപ്പാലം ഇറങ്ങുമ്പോ തന്നെ ഇന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ സ്ഥലമുണ്ട് എന്ന് കണ്ട വണ്ടി ഇതല്ല. ആൾക്കാർ പാർക്കിംഗ് ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് പരക്കം പായാണ്. അതായത് നമുക്ക് ആ ബോർഡ് കണ്ടാൽ അറിയണം ഇന്ന പാർക്കിങ്ങിലേക്ക് നമുക്ക് പോവാം. അത് ഡയറക്റ്റ് ചെയ്ത് ഏകദേശം അന്വേഷിച്ച് അങ്ങനെ പോവാം. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങും, ആദ്യം ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് അന്വേഷിക്കുക. അപ്പൊ അവിടെ ഫുള്ളാന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും. അപ്പൊ എത്ര ബ്ലോക്ക് വരും? ഇതിങ്ങനെ പരാക്രമം അടിക്കണ വണ്ടികള്, പ്രൈവറ്റ് വണ്ടികള്. അതിന്റെ ഇടയിൽ 2 സ്ഥലത്ത് പാർക്കിംഗും ഉണ്ടാവും. പിന്നെ എങ്ങനെ ഗുരുവായൂരിന്റെ പാർക്കിംഗ് ശരിയാവും? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റില്ല. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ എവിടെയാണോ ഒഴിവ് അത് കൃത്യമായിട്ട് ഡിജിറ്റലി അറിഞ്ഞാൽ, അത് അറിഞ്ഞ് 1-2 സെക്യൂരിറ്റിക്കാരുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. ഇപ്പൊ കുറെ പോലീസിന്റെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. അത് പറയുമ്പോ പറയണ്ടേ, ഇവിടെ ഒരു ട്രാഫിക് യൂണിറ്റ് ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, മുമ്പ് പത്രങ്ങളിൽ മനോരമയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ട്രാഫിക് യൂണിറ്റ് ഇപ്പൊ എവിടെ പോയി? ഗുരുവായൂർ പോലൊരു സിറ്റി, ഈ ടെമ്പിൾ സ്റ്റേഷൻ നിൽക്കുന്നത് ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ സ്ഥലത്താണ്. എന്നിട്ട് ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, ആ യൂണിറ്റിനെ പിൻവലിച്ചു സംസ്ഥാന ഗവൺമെന്റ്. ട്രാഫിക്കിന്റെ യൂണിറ്റ്. ഇവര് പോലീസുകാരില്ല, ട്രാഫിക് നിയന്ത്രിക്കുക. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ സീസൺ സമയത്ത് മാത്രം ആൾക്കാരെ നിർത്തുന്നേ. വളരെ കുറച്ച് പോലീസുകാർ അവർക്ക് ഇവിടെ മറ്റേ ബാക്കി കാര്യങ്ങളും ഇല്ല. ആ യൂണിറ്റ് ഒക്കെ എവിടെ പോയി? ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് ഇപ്പം ചേച്ചി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിക്കും ഇതിനകത്തൊരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു സാധ്യത നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഏതൊക്കെ രീതിയിൽ നമുക്കെന്താ വെച്ചാ, നമുക്കൊരു എത്ര പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തും. ഇനിയിപ്പോ 5 കൊല്ലം വരെ പ്രതിഷേധം നടത്താനല്ലേ പറ്റുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞാലല്ലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ സ്ഥിരമായിട്ട് നിങ്ങൾ നോക്കി നോക്കും, പാർട്ടി തന്നെയാണ് പ്രതിഷേധിക്കുന്നത്, BJP. എന്റെ ഒക്കെ കാഴ്ചപ്പാടിൽ BJP തന്നെയാണ് ഇത്രയും കാലം ഓരോ കാര്യങ്ങൾക്ക് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ കൗൺസിലിൽ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. ഞാൻ വളരെ ശക്തമായിട്ട് അതിലേക്ക് വ്യക്തിബന്ധങ്ങളോ. ഈ നാടോടികളുടെ ഒക്കെ കാര്യം പറയുമ്പോഴേ, അങ്ങനെയുള്ള ഒരു സംവിധാനത്തൊക്കെ എങ്ങനെയാണ് അത് തടുക്കുക? വേണല്ലോ, ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ കാര്യം ഇപ്പൊ പറഞ്ഞ നാടോടികൾ ഇവിടെ വന്നിട്ട്, കാരണം അതിനെ തടുത്ത വേറൊരു രീതിയിലല്ല. അതിൽ ഞാൻ പറയണത്, അങ്ങനെ നാടോടികൾ ഇവിടെ മുഴുവൻ കയ്യേറട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ശക്തമായ നിയന്ത്രണം വേണം. ഇപ്പൊ ഞാൻ പറയണേ, ഇവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവര് കച്ചവടം ചെയ്യാനോ വരണേ. എത്ര പേര് ലൈസൻസ് എടുത്ത് കച്ചവടക്കാരുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ശല്യം തന്നെയാണ് ഗുരുവായൂരിന്റെ ശല്യം. തീർച്ചയായിട്ടും, കാരണം പാവപ്പെട്ടവരുടെ മാത്രമല്ല, ഞാനും നോക്കി. അതെ, അവര് ഭിക്ഷാടനം നടത്തുന്നു. ഞാൻ കണ്ടു, ഞാൻ ഈ ആഹ്ലാദപ്രദമായിട്ട് ലഡു കൊടുക്കാൻ പോയി ഒരു സ്ഥലത്ത്.
എന്റെ ചുറ്റും ഒരു 10-20 കുട്ടികളും കൂടെ കൂടി. ഞാൻ എന്റെ ബാഗൊക്കെ തട്ടിപ്പറിച്ച് അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഗുരുവായൂർ വരുന്ന ഭക്തര് ചുറ്റിപ്പറ്റിയിട്ടും, കാരണം ഇവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയൊരു അക്രമം, അതിനിടയിൽ അവര് തമ്മിൽ ചേരിതിരിഞ്ഞ്. ഇത് ശക്തമായ ഭരണകൂടം ചെയ്യാത്തോണ്ടില്ല. എന്തിന് ഇവരങ്ങനെ അഴിച്ചു വിടണം? അവര് വലിയൊരു ബിസിനസ്സിനാണ് ഇവിടെ വരുന്നത് അല്ലേ? അത്ര ഈ പറഞ്ഞ പോലെ വലിയൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് അവര് ചെയ്തോട്ടെ, അതില് നഗരസഭയ്ക്ക് ഒരു വരുമാനം ഉണ്ടാക്കണ്ടേ? ലക്ഷങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ പിൻവലിക്കാൻ അവർക്ക് ഒരു ലാഭമില്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ലൈസൻസ് എടുത്ത് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള നഗരസഭയിൽ അറിയൂ. എന്തൊക്കെ ചെയ്യണം നമ്മള്? ഇതൊന്നും ഇല്ലാണ്ട് ഇവരിവിടെ വന്ന് കച്ചവടം ചെയ്തോട്ടെ. പക്ഷെ അതൊരു നിയന്ത്രിത ഇപ്പൊ ഈ ഇന്നർ റിംഗ് റോഡിന്റെ അകത്തും ഔട്ടർ റിംഗ് റോഡിന്റെ ഉൾവശത്തും അല്ലാണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു ഏരിയ കണ്ടെത്തി അവർക്ക് കൊടുക്കാം. ഒരു ഏരിയ കണ്ടെത്തി ഇപ്പൊ തൃശ്ശൂരൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ശക്തന്മാർ ഈ വഴിയോര കച്ചവടം എന്ന് പറഞ്ഞിട്ട് അതല്ല ഇപ്പൊ വഴിയോര കച്ചവടം എന്ന് പറഞ്ഞാൽ രാത്രി ഇവര് മുഴുവൻ എല്ലാ വേസ്റ്റും കാനലിലേക്ക് വിടും. ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരാ? എന്നെ പോലുള്ള കൗൺസിലർമാര് സാധാരണ ആളുകൾ ഫുട്പാത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫുട്പാത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു, ആ ഫുട്പാത്തുകൾ മുഴുവൻ വഴിയോര കച്ചവടക്കാര് കയ്യേറിയിരിക്കുന്നു. അവര് പാവപ്പെട്ടവരാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. അതിനൊരു ഏരിയ കണ്ടെത്തി ആ ഏരിയയിലേക്ക് അവരെ പുനരധിവസിപ്പിക്കണം. ഇതൊന്നും വേണ്ട രീതിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയായാലും ഞങ്ങൾക്ക് ഭരണം കിട്ടും എന്നുള്ളത് എനിക്ക് അട്ടർ പരാജയമാണ് എന്റെ കണ്ണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്നും പോരാ. 25 കൊല്ലം ഭരിച്ചിട്ട് എന്താണ് ഇവർക്ക് ഒരു കാഴ്ചപ്പാടും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് മദ്യമൊന്നും ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കണമായിരുന്നു. പക്ഷെ ഗുരുവായൂർ ജനങ്ങൾ അത് ചിന്തിക്കണില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനിയുള്ള 5 വർഷം വീണ്ടും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. വിശ്രമമില്ലാതെ അല്ലെ? എന്തെങ്കിലും വല്ല സ്വപ്ന പദ്ധതികൾ എന്തെങ്കിലും? എന്റെ വാർഡിനെ പറ്റിട്ട് എനിക്ക് എന്താ വെച്ചാ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് പരാതികളൊന്നും ഇല്ല. പക്ഷെ പേഴ്സണലായിട്ട് വിളിക്കും, ഞാൻ ചെല്ലും. സംലഭ്യതയാണ് അല്ലെ? ആളുകൾ വിളിച്ച വിളിപ്പുറത്ത് പറയണ പോലെ വിളിപ്പുറത്ത് നമ്മളുണ്ട്. ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല, അവരുടെ കൂടെ ഉണ്ടെന്നുള്ള നമുക്കറിയാം. ഒരു കൗൺസിലർക്ക് 100% ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒപ്പം നിക്കുക എന്നുള്ളതാണ് കാര്യം. അത് ഞാൻ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് സാധാരണ ജീവിതചര്യകളൊക്കെ? എനിക്കറിയാം ഞാൻ ഇതിലിങ്ങനെ നിലനിൽക്കുന്ന ഗുരുവായൂരപ്പന്റെ വാർഡാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ആ വാർഡില് ഈ പറഞ്ഞ പോലെ അദ്ദേഹം എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലത്തെ ഒരു വാർഡാണ്. ഒരു വലിയ ബാക്കി വാർഡൊക്കെ നോക്കുമ്പോ വലിയ രാഷ്ട്രീയ കളികളോ ഒരു വിഷയങ്ങളോ ഒന്നും ഇല്ലാത്ത, എങ്ങനെയാണോ അദ്ദേഹം വളരെ സാത്വികതയായിട്ട് ഗുരുവായൂരപ്പൻ എങ്ങനെയാണോ അതേപോലൊരു വാർഡാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗ്യമാണ്. ആ വാർഡിന്റെ പ്രതിനിധിയാകാന്നുള്ള നിലയ്ക്കാണ് ഞാൻ വീണ്ടും അതൊരു വലിയൊരു അനുഗ്രഹം കൂടിയായിട്ട് ഞാന് അമ്പലത്തിൽ കൂടെ വളർന്ന ഒരാളെന്ന് പറയാം. നമ്മുടെ രണ്ടാമത്തെ ഒരു ജീവിതം അമ്പലത്തിലായിരുന്നു. സ്കൂളും വീടും കഴിഞ്ഞ അമ്പലം, അങ്ങനെ വളർന്ന. അപ്പൊ ആ തിരുമുറ്റത്ത് തന്നെ ഒരു കൗൺസിലർ ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം. അത് മാത്രമേ ഞാൻ അതിൽ കാണുന്നു. മാത്രമല്ല മറ്റു വനിതാ കൗൺസിലർമാരൊക്കെ ചിലപ്പോ ഈ ദേശത്ത് ജനിച്ചു വളർന്നവരായിരിക്കണമെന്നില്ല, മിക്കവാറും മരുമക്കളൊക്കെ ആയിട്ട് വന്നവരായിരിക്കും. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഗുരുവായൂരപ്പന്റെ പരിസരത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആ കാറ്റേത്ത് ആ മണ്ണിൽ കൂടെ നടന്ന ഒരാള് അവിടെ തന്നെ. അത്രയും ഞാനിതിൽ കാണുന്നുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞ് കുറച്ചാൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മള് പോവും, അത്രേ ഉള്ളൂ അതിൽ കാര്യം. അല്ലാണ്ട് ഇതൊരു വലിയ ആനക്കാര്യല്ല. നല്ലൊരു പാചകക്കാരിയാണെന്ന് അറിയാം. എന്തൊക്കെയാണ് സ്പെഷ്യൽ? അങ്ങനെയല്ല, എനിക്ക് പാചകം ഞാൻ ചെയ്യും. അങ്ങനെ സ്പെഷ്യലുകളൊന്നും ഇല്ല. ഇവര് കുട്ടികൾ വന്നാലാണ് കാര്യമായിട്ട് എല്ലാരും കൂടി കേറി. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഊണെന്ന് പറയും, ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊക്കെ മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് റൈസും. ഇന്നിപ്പോ റൈസൊക്കെ ഉണ്ടാക്കിയത്. ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു? ഇന്ന് ഇതായിരുന്നു, ബിരിയാണി ആയിരുന്നു. അപ്പൊ എന്തായാലും ഒരു കൈപ്പുണ്യമുള്ള അമ്മയുടെ സ്നേഹം ഈ വാർഡില് എല്ലാവർക്കും വളരെ ശക്തമായിട്ട് അനുഭവിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ വിളിപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു.